ഓം ശാന്തി. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്സ് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അഥവാ നിങ്ങൾക്ക് സക്സസ് ആകുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിരാശയാണ് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടിക്കൽ ആവാത്തതിൻ്റെ ഒന്നാമത്തെ ബ്ലോക്ക്. നിങ്ങൾക്കറിയോ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഈ കാര്യം നടന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയത്തിൻ്റെ അഥവാ അരക്ഷിതാവസ്ഥയുടെ അഥവാ ദുഃഖത്തിൻ്റെ, നിരാശയുടെ ഈ ഒരു ഹൈലി നെഗറ്റീവായ എനർജി നമ്മുടെ ഉള്ളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങളാക്കി അടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സ്വപ്നത്തിന് അത് കുറേ കൂടെ അകറ്റുകയാണ് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി എൻ്റെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അതുവരെ ഞാൻ അയച്ചതായിരിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ശക്തമായിട്ടുള്ളൊരു അസ്ത്രം അങ്ങോട്ടേക്ക് അയച്ചു. ആ അസ്ത്രത്തിൻ്റെ അതേപോലെ ശക്തമായിട്ടുള്ള 4 ദിവസം ഞാൻ അങ്ങോട്ടേക്ക് അസ്ത്രം അയച്ചുകൊണ്ടേയിരുന്നു. അത് പോകുന്ന പാത്തിൽ അതിനേക്കാളധികം നെഗറ്റീവായിരിക്കുന്ന ഒരു ഓപ്പോസിറ്റായിട്ടുള്ളൊരു അസ്ത്രം വളരെ പവർഫുള്ളായിട്ട് ഇങ്ങോട്ട് അയച്ചാലോ അത് പോകുന്ന പാത്തിൽ ഈ 2 അസ്ത്രങ്ങളും കൂട്ടിത്തട്ടി അവിടെ അത് വീഴും എന്ന കാര്യം ഉറപ്പാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുടെ, നെഗറ്റീവ് തോട്ട്സിൻ്റെ പൊല്യൂഷനാണ് പവർഫുള്ളായിട്ടുള്ള പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതിനേക്കാളൊക്കെ വലിയ മലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളുടെ, വ്യർത്ഥ സങ്കല്പത്തിൻ്റെ, ടെൻഷൻ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന നെഗറ്റീവ് എനർജിയുടെ പൊല്യൂഷനാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പൊല്യൂഷൻ. അതുകൊണ്ട് ഒരു പോസിറ്റീവ് തോട്ട്സ് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ അതിനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4 ദിവസം 5 ദിവസം ഒരു ടെക്നിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്കിത് നടന്നില്ലല്ലോ എന്ന് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഹൈലി നെഗറ്റീവായിരിക്കുന്ന ഒരു എനർജിയാണ്. ആ എനർജി വളരെ വേഗം മറ്റെല്ലാ നെഗറ്റീവ് എനർജിയുടെയും സപ്പോർട്ടോടെ അത് നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. 2 ദിവസം അത് നിരാശയായി, സാരല്ല പോട്ടെ, ഇനി ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ നോക്കുന്നു. അപ്പോഴത്തേക്കും നിങ്ങളുടെ നിരാശ കുറേയും കൂടെ എനർജി ലെവൽ താഴേക്ക് എത്തിക്കഴിഞ്ഞു. 2ാമത്തെ പ്രാവശ്യം ഫെയ്ത്ത് കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ നമ്മുടെ പ്രവർത്തനം ഉണ്ടാവുക. അവിടെയും റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല, കുറേയും കൂടെ നിരാശയാവും. ഓരോ പ്രാവശ്യം നിരാശ വരും തോറും നമ്മുടെ എനർജി ലെവൽ ഡിപ്ലീറ്റ് ചെയ്യപ്പെടും, കുറയും. അതനുസരിച്ച് നിങ്ങൾ കാണുന്ന വിഷ്വലൈസേഷൻ്റെയും അഫർമേഷൻ്റെയും പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഉപബോധ മനസ്സിൽ പോകുന്നതായിട്ടുള്ള വൈബ്രേഷൻ അഥവാ പ്രകമ്പനത്തിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ സ്വപ്നം നമ്മളിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളടുത്തൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഒരിക്കൽ ഒരു മല കയറാനുള്ളതായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പിൽ, മല കയറുന്നവർക്കൊക്കെ തന്നെ കൊടുക്കാറുണ്ട് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിനേക്കാൾ മുന്നേ സമയം നോക്കിയിട്ടാണ് അവർ എത്ര മണിക്കാണ് നമ്മുടെ പർവ്വതാരോഹണം നിർത്തേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുക. കാരണം സൂര്യാസ്തമന ശേഷം വളരെ വേഗമാണ് പർവ്വതത്തിൽ ഇരുട്ട് പരക്കുക. അതുകൊണ്ട് സമയം നോക്കി നിശ്ചയിക്കാനായിട്ടാണ് അവർക്കൊക്കെ കൊടുക്കുന്ന ഗൈഡൻസ്. ആ ഗൈഡൻസ് പ്രകാരം ഒരാൾ ട്രെയിനിങ് ഒക്കെ എടുത്തു മല കയറുകയായിരുന്നു. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിൽ അന്നത്തെ അസ്തമന സമയത്തെക്കുറിച്ച് അയാൾ മറന്നുപോയി. അസ്തമനം കഴിഞ്ഞു, എങ്ങും ഇരുട്ട് പരന്നു. ഇൻട്രസ്റ്റിൽ അയാൾ ഇനിയും കയറണം എന്ന് വിചാരിച്ചു പോയതുകൊണ്ട് അതിന് നിർത്തി സ്വസ്ഥമായൊരു താവളത്തിൽ അയാൾക്ക് നിൽക്കാനായില്ല. രാത്രിയിൽ അന്ധകാരത്തിൽ അയാൾ എന്നാലും എറിഞ്ഞ് പിടിപ്പിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ ചവിട്ടിൽ നിന്ന് കാല് തെന്നി താഴെ വീണു. അങ്ങനെ കയറിൽ തൂങ്ങിയാടുമ്പോൾ അയാൾ ഈശ്വരനെ വിളിച്ച് കരഞ്ഞു പോലും, ഭഗവാനെ, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, നീ മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് നേരം ഈശ്വരനെ വിളിച്ചപ്പോൾ അയാൾക്ക് ഈശ്വരൻ്റെ ശബ്ദം കേൾക്കാനായി, നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ നിന്നെ സഹായിക്കും എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയാം, അങ്ങേക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാനില്ല. അപ്പോൾ ഭഗവാന്റെ ശബ്ദം കേൾക്കുകയാണ്, നീ നിൻ്റെ അരയിൽ നിന്ന് കത്തിയെടുത്ത് ആ തൂങ്ങിയാടുന്ന കയറങ്ങ് മുറിച്ചോളൂ എന്ന്. ആകെ ആശ്രയമായി കണ്ടത് ആ തൂങ്ങിയാടുന്ന കയറാണ്. അത് മുറിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പേടിച്ചു പോയി. അയാൾ വീണ്ടും ആ കയറിൽ പിടിച്ച് തൂങ്ങിയാടി കയറാൻ ശ്രമിച്ചു. വീണ്ടും വീണു. വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ചു. വീണ്ടും ഭഗവാന്റെ ശബ്ദം കേട്ടു, നീ ആ കയറങ്ങ് മുറിച്ചോളൂ. 3ാമത്തെ പ്രാവശ്യം അയാൾ കയറാൻ നോക്കി. 3ാമത്തെ പ്രാവശ്യം അയാൾ അതേ ശബ്ദം കേട്ടു, നീ ആ കയറങ്ങ് മുറിച്ചോളൂ എന്ന്. അയാൾക്ക് വിശ്വാസമായില്ല. അയാൾ കയറിൽ തൂങ്ങിയാടി. രാവിലെ ആകുമ്പോഴേക്കും അയാൾ മരിച്ചുപോയി.
രാവിലെ റെസ്ക്യൂ ടീം വരുമ്പോൾ കാണുന്നത് നിലത്ത് നിന്ന് ഒരു 8 അടി മാത്രം ഹൈറ്റിൽ ഒരാൾ തൂങ്ങിക്കിടന്ന് മരിച്ചാടുന്നതാണ്. അപ്പോൾ 8 അടി മുകളിൽ നിന്ന് വീണാലും അയാൾക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ തന്നിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയില്ലാത്തതുകൊണ്ട് അയാൾ ആ കയറ് മുറിക്കാൻ തയ്യാറായില്ല. ജീവിതത്തിൽ എനിക്ക് സർവസ്വവും ഇതാണെന്ന് ആധാരമാക്കുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് ആധാരമല്ലാതായി മാറുമ്പോൾ ഈശ്വരനിൽ പൂർണ്ണമായ വിശ്വാസം എന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരൻ്റെ ഗൈഡൻസ് എന്തോ അത് തൻ്റെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. തൻ്റെ കർമ്മത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. തൻ്റെ വിഷ്വലൈസേഷനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. നിരന്തരമായ പരിശ്രമവും അശ്രാന്തമായിരിക്കുന്ന നിരാശ കൂടാത്ത കഠിനാധ്വാനവും നിങ്ങളെ തീർച്ചയായും ലക്ഷ്യത്തിലെത്തിക്കും. ഇത് പറയുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, സമയമില്ല, എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സമയമില്ല. പക്ഷേ എൻ്റെ അനുഭവം ഇതെനിക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നവർ ഒരു വർഷശേഷം വീണ്ടും കാണുമ്പോൾ അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ അവരുണ്ടാവുക. അപ്പോഴും അവർ അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് സമയമില്ല. അതുകൊണ്ട് 24 മണിക്കൂർ സമയം അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അലോട്ടഡാണ്. നമുക്ക് കിട്ടിയ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് സമയം ഉണ്ടാക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല. ഏതിന് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നോ അതിനായിരിക്കും സമയം ഉണ്ടായിരിക്കുക. ഡെയിലി ഓഫീസിൽ പോയി ടൈമില്ലാത്ത ഒരാൾ സുഖമില്ലാണ്ട് ICUയിൽ കിടക്കേണ്ടി വന്ന് ടൈം ഉണ്ടാകുമല്ലോ. അതുപോലെ ജീവിതത്തിൽ എനിക്ക് ഇതെൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. എൻ്റെ ജീവിതത്തിൽ സ്വപ്നം സംഭരിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഞാൻ എന്നെ ശക്തിപ്പെടുത്താനുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഇത്തരത്തിൽ കാര്യത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ സമയം മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, സമയത്തെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ലക്ഷ്യം നേടിയെടുക്കാനാകും. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത പോലെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നടക്കാതെ പോകുന്നത്. നിരാശ എന്ന ഒരു ശത്രു നമ്മുടെ കൂടെ കടന്നുകൂടിയാൽ ആ ലക്ഷ്യം പിന്നെയും പിന്നെയും ദൂരേക്ക് പോകും. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടരുത്. നിരന്തരമായ സന്തോഷത്തോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ ഹാർഡ് വർക്കോടുകൂടി മുന്നോട്ട് പോകൂ. നിങ്ങളുടെ സ്വപ്നം സത്യമാകുക തന്നെ ചെയ്യും. അതാവട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.